ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ അയാളുടെ മുഖം ക്യാമറയിലൂടെ സ്കാൻ ചെയ്ത് അയാളുടെ ഫേസ് എക്സ്പ്രഷൻ വ്യക്തമായി മനസ്സിലാക്കി അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഇത് അതുപോലൊക്കെ ആണെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ വെറും സിമുലേറ്റർ മാത്രമാണ്. അപ്പോൾ ഇതൊരു നേരം പോക്കിനുള്ളതും തമാശയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു സിമുലേറ്റർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും കുട്ടികൾക്കിടയിലൊക്കെ ഇത് ഉപയോഗിച്ചപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഒറിജിനൽ ആണെന്നാണ് വിശ്വസിച്ചത്. വളരെ ചുരുക്കം ആൾക്കാരാണ് ഇതൊന്നും മൊബൈൽ ഫോണിൽ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യം എന്നോട് തിരിച്ചു പറഞ്ഞത്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ ഹോംവർക്ക് എഴുതി പഠിച്ചു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ കള്ളം പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് കള്ളമാണ് എന്ന് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ ഈ ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്താണ് അവർ പറയുന്നത്, സത്യമെന്ന് കാണിക്കണോ അല്ല കള്ളമെന്ന് കാണിക്കണോ എന്നൊക്കെ നമുക്ക് തന്നെ ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക. നിങ്ങൾ സ്ക്രോൾ ചെയ്യണം, എന്നിട്ട് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രധാനമായിട്ട് ഇതിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ആദ്യത്തേത് ശബ്ദത്തിലൂടെയും രണ്ടാമത്തേത് ഫേസിലൂടെയും നമുക്ക് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കുന്ന ഓപ്ഷനാണിത്. അതിൽ ഫേസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫേസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ തവണ നിങ്ങൾ ക്യാമറ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ ക്യാമറ ഓൺ ആകും. ഇനി സംസാരിക്കുന്ന വ്യക്തിക്ക് നേരെ ക്യാമറ പിടിച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ണും വായും ഒക്കെ ഇതുപോലെ ഡോട്ട്സ് വരും. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് സ്കാൻ ആയിക്കൊള്ളും. ഈ സ്കാൻ ചെയ്യുന്ന സമയത്താണ് കാര്യം പറയിപ്പിക്കേണ്ടത്. അത് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യാം. ഇനി ഇതുപോലെ സ്കാനിങ് റിസൾട്ടൊക്കെ കാണിക്കും. ആ സമയത്തൊക്കെ ചിലരൊക്കെ വിശ്വസിക്കും, ചിലർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി ഇവിടെ വ്യൂ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നാൽ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവിടെ ട്രൂത്ത് എന്ന് വരും. ഇനി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് വരും. പക്ഷേ ഇത് റാൻഡമായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ട്രൈ അഗൈൻ കൊടുത്തിട്ട് വീണ്ടും പറയിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ട് വീണ്ടും ഈ ഫോൾസ് വരുന്നത് വരെ നമുക്കിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ഞാൻ മറ്റൊരു തവണ ട്രൈ ചെയ്തതാണ്. ഇതുപോലെ തന്നെ നമ്മൾ പലതവണ ചെയ്യുന്ന സമയത്ത് കൂടുതലും ട്രൂത്ത് ആണ് കാണിക്കുന്നത്. ഈ ഫോൾസ് കാണിക്കുന്നത് വളരെ കുറവാണ്. വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തവണ എനിക്ക് ഫോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അഡീഷണൽ ആയിട്ട്, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോൾസും ട്രൂവും സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതിനായിട്ട് വലതുഭാഗത്തുള്ള സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓൾവേസ് ട്രൂത്തും ഓൾവേസ് ഫോൾസും സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ബട്ടൺ ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ അത് ഓൾറെഡി നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ട്രൂ കിട്ടും, ചില സമയത്ത് ഫോൾസ് കിട്ടും. അപ്പോൾ രസകരമായ ഒരു ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.